സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. ഫുട്ബോൾ ലോകകപ്പ് ആവേശത്തിനിടെ ക്രിക്കറ്റ് ലോകത്തെ കാര്യങ്ങളും സംഭവ ബഹുലമാണ്. ചൂടേറിയ ചർച്ചകളാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് ചുറ്റും നടക്കുന്നത്. ഇന്ത്യൻ ടീമിലെ ഫോമില്ലായ്മ മുതൽ IPLലെ ഷെഡ്യൂൾ ക്രമീകരണം വരെ ചർച്ചകളിലുണ്ട്. നിലവിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പര കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. പരമ്പര സ്വന്തമാക്കിയെങ്കിലും ഇന്ത്യ കരുതുന്നതുപോലെ ആശ്വാസകരമല്ല കാര്യങ്ങൾ. ചർച്ചയാകുന്നത് ശ്രേയസ് അയ്യരുടെ ഫോമില്ലായ്മയാണ്. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പര ക്രിക്കറ്റ് ലോകകപ്പ് തയ്യാറെടുപ്പിന്റെ ഒരു പടിയാണ്. അടുത്ത വർഷത്തെ ക്രിക്കറ്റ് ലോകകപ്പാണ് ഓരോ താരങ്ങളുടെയും ലക്ഷ്യം. മുൻ നായകൻ രോഹിത് ശർമ്മയും ആ ലക്ഷ്യത്തോടെയാണ് ബാറ്റ് വീശുന്നത്. പക്ഷേ താളപ്പിഴകൾ അവിടെയുമുണ്ട്. കേൾക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്: ശ്രേയസിനെ ഒഴിവാക്കൂ, സഞ്ജുവിനെ വിളിക്കൂ എന്ന്. ലോകകപ്പിലെ ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏറെക്കുറെ ആരൊക്കെയാണ് കളിക്കുക എന്നത് ആരാധകർക്കും ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ റോളിലും ആരൊക്കെയാണ് കളിക്കുക എന്നതും വ്യക്തമാണ്. വരുന്ന ലോകകപ്പിൽ ശ്രേയസ് അയ്യർ കളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തെ എന്തിന് ഉൾപ്പെടുത്തണമെന്നാണ് ചോദ്യം. നിലവിൽ ഫോമില്ലായ്മയിൽ തകർച്ചയിലാണ് ശ്രേയസ്. ആ അവസരത്തിലാണ് പുതിയ ചോദ്യങ്ങൾ ഉയരുന്നതും. താരനിബിഡമാണല്ലോ ഇന്ത്യ. സഞ്ജു സാംസണിനെ പോലെയുള്ള താരങ്ങളെ പരിഗണിക്കുന്നത് പോലുമില്ല. ശ്രേയസിനെ മാറ്റി സഞ്ജുവിനെ വിളിക്കൂ എന്നത് മലയാളികളുടെ മാത്രം ആവശ്യമായി തള്ളേണ്ടതില്ല. ക്രിക്കറ്റ് ലോകത്ത് അങ്ങനൊരാവശ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. BCCI കേൾക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനൊരാവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അർഹതയുണ്ടായിട്ടും ടീമിന് വേണ്ടാതെ പുറത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ. ലോകകപ്പിൽ ബാക്കപ്പായി പോലും അദ്ദേഹം സ്ക്വാഡിൽ വരാൻ സാധ്യതയില്ലെന്നത് സങ്കടകരമാണ്. പക്ഷേ ശ്രേയസിന് പകരം സഞ്ജു ടീമിലേക്ക് വന്നാൽ അത് തീർച്ചയായും ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം ക്രിക്കറ്റ് പ്രേമികൾ പറയുന്നുണ്ട്. ഇനി ശ്രേയസിന്റെ സമീപകാലം പ്രകടനം നോക്കുക. ഒരു തരത്തിലും ആശ്വാസകരമല്ല അദ്ദേഹത്തിന്റെ പ്രകടനമെന്നത് വ്യക്തമാണ്. ഈ വർഷം ഇതുവരെ കളിച്ചത് 5 ഏകദിനങ്ങളാണ്. 5ലും നിരാശാജനകമായ സ്കോറാണ് അദ്ദേഹം എടുത്തത്. ന്യൂസിലാൻഡിനെതിരെ വഡോദരയിൽ 49 റൺസ് എടുത്തതാണ് ആശ്വാസം. രാജ്കോട്ടിൽ കിവീസിനെതിരായ കളിയിൽ 8ഉം ഇൻഡോറിലെ മത്സരത്തിൽ 3 റൺസുകൾ മാത്രമാണ് അദ്ദേഹം എടുത്തത്. ശേഷം അഫ്ഗാനെതിരെ 2 മത്സരങ്ങൾ കളിച്ചു. ആദ്യ കളിയിൽ 12 റൺസ് മാത്രം. രണ്ടാം മത്സരത്തിലും നിരാശപ്പെടുത്തി, വെറും 26 റൺസ്. 5 മത്സരങ്ങളും ക്ലിക്കായില്ല എന്ന് നിസ്സംശയം പറയാം. ഏകദിന ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കവേ ഇത് ഇന്ത്യൻ സെലക്ടർമാരെ കൺഫ്യൂഷനാക്കിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന ചോദ്യമാണ് ഉയരുന്നതെങ്കിൽ അതിന് കാരണങ്ങളുമുണ്ട്. ഇന്ത്യൻ ടീമിനൊപ്പം ഈ വർഷം ശ്രേയസ് അയ്യരുടെ ഫോമിലുണ്ടായിട്ടുള്ള വലിയ ഇടിവാണ് ആദ്യത്തെ കാരണം. നേരത്തെ പറഞ്ഞതുപോലെ 2026-ൽ ഇതിനകം കളിച്ചിട്ടുള്ള 5 ഇന്നിംഗ്സുകളിലും അദ്ദേഹം ബാറ്റിംഗിൽ ക്ലിക്കായിട്ടില്ല. അവസാനം കളിച്ച 5 ഏകദിനങ്ങളിൽ 90 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. കിവികളുമായി ഈ വർഷം ആദ്യം കളിച്ച പരമ്പരയിലെ മോശം പ്രകടനത്തിന്റെ ക്ഷീണം അഫ്ഗാനെതിരെ ശ്രേയസ് തീർക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അഫ്ഗാനെതിരെയും അദ്ദേഹം താളം വീണ്ടെടുക്കാൻ കഴിയാതെ തപ്പിത്തടയുകയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബാറ്റിംഗിൽ ശ്രേയസ് ഫ്ലോപ്പായി മാറി. വെറും 38 റൺസാണ് അഫ്ഗാനെതിരെ 2 കളിയിലെ സ്കോർ. ഇനി അഫ്ഗാനെതിരെയുള്ള അവസാന മത്സരത്തിലും അതിനുശേഷമുള്ള ഇംഗ്ലണ്ട് പരമ്പരയിലും ശ്രേയസ് നനഞ്ഞ പടക്കമായാൽ ലോകകപ്പ് ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടി വരും. അവിടെയാണ് സഞ്ജുവിനെ ഈ റോളിലേക്ക് ബാക്കപ്പായെങ്കിലും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്കും നിറം പകരും. ലോകകപ്പിൽ കളിക്കാൻ സഞ്ജുവിന് അനുകൂലമായ മറ്റൊരു ഘടകം കൂടിയുണ്ട്. പ്രധാന വേദിയായ ദക്ഷിണാഫ്രിക്കയിലെ പിച്ച്. മികച്ച വേഗതയും ബൗൺസും സ്വിങ്ങും എല്ലാമുള്ള അവിടുത്തെ പിച്ചുകളിൽ പെർഫോം ചെയ്യണമെങ്കിൽ മികച്ച സാങ്കേതിക മികവ് കൂടി ബാറ്റർമാർക്ക് ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ശ്രേയസ് അയ്യരേക്കാൾ ഒരുപടി മുകളിലാണ് സഞ്ജു സാംസൺ. ഷോർട്ട് ബോളുകൾക്കെതിരെയുള്ള ശ്രേയസിന്റെ വീക്ക്നസ് എതിരാളികൾക്ക് കൃത്യമായി അറിയാവുന്ന ഒന്നാണ്. നിലവിലത് ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി അത് മാറിയോ എന്നത് ഇപ്പോഴും സംശയമാണ്. ലോകകപ്പിൽ ശ്രേയസ് ഉൾപ്പെട്ടാൽ എതിർ ടീമിലെ ഫാസ്റ്റ് ബൗളർമാർ താരത്തിനെതിരെ പ്രയോഗിക്കുന്ന പ്രധാന ആയുധവും ഇതായിരിക്കും. സ്പിന്നർമാർക്കെതിരെ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി സിക്സറുകൾ അടിക്കാനുള്ള സഞ്ജുവിന്റെ കഴിവും പ്രധാനമാണ്. മിഡിൽ ഓവറുകളിൽ സ്കോർ ഉയർത്താൻ സഞ്ജുവിന് സാധിക്കും. ശ്രേയസ് അയ്യർ ക്രീസിൽ നിലയുറപ്പിക്കാൻ പലപ്പോഴും സമയമെടുക്കാറുണ്ട്. പക്ഷേ സഞ്ജുവിന് അതിവേഗം കളിയെ വരുതിയിലാക്കാനുള്ള ശേഷിയുമുണ്ട്. ഇത് പലപ്പോഴും ടീമിന് ഗുണകരവുമാകും. ഇനി സഞ്ജുവിനെയും ശ്രേയസിനെയും താരതമ്യപ്പെടുത്തിയാൽ ഇത്തരം വീക്ക്നസ്സുകളൊന്നും ഇല്ലെന്നതാണ് സഞ്ജുവിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. പീസും ബൗൺസുമുള്ള പിച്ചുകളിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് സഞ്ജു സാംസൺ. 2023-ൽ സൗത്ത് ആഫ്രിക്കയിലാണ് സഞ്ജു സാംസൺ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി ഏകദിനം കളിച്ചത്. അന്ന് കന്നി സെഞ്ചുറി നേടിയ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ അന്ന് ബാറ്റിംഗിന് അവസരം ലഭിച്ചില്ല. രണ്ടാം മത്സരത്തിൽ വെറും 12 റൺസ് എടുത്ത് വേഗം മടങ്ങിയാലും മൂന്നാം മത്സരത്തിൽ ഫോമില്ലായ്മയെ അദ്ദേഹം സെഞ്ചുറിയോടെ അടിച്ചു പറത്തുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീടൊരിക്കലും സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തിയിട്ടില്ല.
ഏകദിനത്തിൽ സഞ്ജുവിന്റെ ഇതുവരെയുള്ള റെക്കോർഡിലേക്ക് വന്നാൽ അതും ഗംഭീരമാണെന്ന് തന്നെ കാണാം. കളിച്ചപ്പോഴെല്ലാം അദ്ദേഹം ടീമിനായി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. 14 ഇന്നിംഗ്സുകളിലാണ് സഞ്ജു സാംസൺ കളിച്ചത്. ഇവയിൽ 56.67 എന്ന തകർപ്പൻ ശരാശരിയോടെ 510 റൺസും സഞ്ജു സാംസൺ നേടിയിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും 3 ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും. ഒരിക്കൽ പോലും അദ്ദേഹം ഏകദിനത്തിൽ ഡക്കായിട്ടുമില്ലെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി സഞ്ജു വന്നാൽ ഇന്ത്യക്കൊരു ബാറ്റർ മാത്രമല്ല, ഒരു മികച്ച വിക്കറ്റ് കീപ്പറെ കൂടിയാണ് ഇന്ത്യക്ക് ലഭിക്കുക. പക്ഷേ പലപ്പോഴും ക്രിക്കറ്റിൽ സ്ഥിരതയില്ലാത്ത ഫോമാണ് സഞ്ജുവിന് വെല്ലുവിളിയാകുന്നത്. ജൂലൈ 14 മുതൽ ഇംഗ്ലണ്ടിനെതിരെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര തുടങ്ങുകയാണ്. ശേഷം സെപ്റ്റംബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയും നവംബർ 4 മുതൽ ന്യൂസിലൻഡിനെതിരെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയും നടക്കും. ശേഷം ശ്രീലങ്കയ്ക്കെതിരെയും സിംബാബ്വെക്കെതിരെയും ഏകദിനങ്ങൾ കളിക്കുന്നുണ്ട്. ലോകകപ്പിന് മുമ്പ് കഴിവ് തെളിയിക്കാൻ താരങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. കഴിവ് തെളിയിക്കാനായില്ലെങ്കിൽ പുതിയ താരങ്ങളെ പരീക്ഷിക്കാനും BCCIക്ക് സമയമുണ്ട്. സഞ്ജുവിനെ ഒരിക്കൽ കൂടി പരീക്ഷിക്കുന്നത് നന്നാകുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ അനുമാനം. അത് BCCI കേൾക്കുമോ എന്നതാണ് ഇനി കാത്തിരിക്കുന്നത്.